ഇസ്രായേൽ ഹമാസ് യുദ്ധം അന്ത്യത്തിലേക്ക്. ഈജിപ്തിൽ നടന്ന സമാധാന ഉച്ചകോടിയിൽ നിർണായക നീക്കം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാന മിഡിൽ ഈസ്റ്റ് നേതാക്കളും സമാധാന കരാറിൽ ഒപ്പുവെച്ചു. അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉച്ചകോടിയിൽ നിന്ന് അവസാന നിമിഷം പിന്മാറി. അജയ് സുധാബിജു ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, 2 വർഷം നീണ്ടുനിന്ന ഒരു യുദ്ധത്തിന് ഇപ്പോൾ ധാരണപ്രകാരം അന്ത്യത്തിലേക്ക് അടുക്കുകയാണ്. അതേസമയം ഈ അവസാന നിമിഷം നെതന്യാഹുവിന്റെ പിന്മാറ്റം ഒരു ആശങ്ക തന്നെയല്ലേ? എന്താണ് കൂടുതൽ വിവരങ്ങൾ? ദിൽന, ഈ ഇസ്രായേലിലുള്ള തീവ്ര വലതുപക്ഷ നേതാക്കളെ ഭയന്നാണ് നെതന്യാഹു ഈ അവസാന നിമിഷത്തിൽ പിന്മാറിയതെന്നാണ് സൂചന ലഭിക്കുന്നത്. പ്രധാനമായിട്ടും ഈ പലസ്തീൻ നേതാവും അതുപോലെ തന്നെ ഈ തുർക്കി പ്രസിഡന്റും ഈ വേദിയിൽ ഈ തുർക്കി പ്രസിഡന്റിനുമൊപ്പം ഈ വേദി പങ്കിടാൻ അദ്ദേഹത്തിന് മടിയായിരുന്നു. ഇത് കാരണമാണ് പിന്മാറ്റമെന്നാണ് സൂചന. പ്രധാനമായിട്ടും തുർക്കി പ്രസിഡന്റ് മുൻപ് അദ്ദേഹത്തെ ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഹിറ്റ്ലറിനോട് ഉപമിച്ചുകൊണ്ടൊക്കെ പ്രസ്താവന ഇറക്കിയിരുന്നു. അതുപോലെ തന്നെ കടുത്ത വിമർശനം നെതന്യാഹുവിനെതിരെ ഉന്നയിച്ച പല മിഡിൽ ഈസ്റ്റ് നേതാക്കളും ഈ ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതൊക്കെ കാരണമാണ് ഈ ഒരു ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പിന്മാറ്റമെന്നാണ് നമുക്ക് സൂചന ലഭിക്കുന്നത്. ഈ ഒരു ഉച്ചകോടിയിൽ പങ്കെടുത്തിരുന്നുവെങ്കിൽ ഈ ഇസ്രായേൽ പാർലമെൻറ്റിൽ കടുത്ത രീതിയിലുള്ളൊരു വിമർശനം നേടേണ്ടി വന്നേനെ. ഇത് രാഷ്ട്രീയപരമായി ഒരു തിരിച്ചടി നെതന്യാഹുവിന് വരുത്തി വെച്ചേക്കാം. അത് കാരണമാണ് ഇത്തരം സംഭവങ്ങളെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പിന്മാറ്റം എന്നാണ് നമുക്ക് സൂചന ലഭിക്കുന്നത്. എന്തായാലും നിലവിലിപ്പോൾ ഈജിപ്തിൽ മുൻ ധാരണ പ്രകാരം ആരംഭിച്ച ഗാസ സമാധാന ഉച്ചകോടി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിൽ ഈ സമാധാന കരാർ 20 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച ഈ സമാധാന കരാറിൽ നിലവിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമായിട്ടും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ മധ്യസ്ഥതയിലാണ് ഈ ഒപ്പുവെച്ചത്. ഈ ഒരു കരാറിൽ ട്രംപിന് പുറമെ ഈ തുർക്കി പ്രസിഡന്റ്, അതുപോലെ തന്നെ ഈജിപ്ത് പ്രസിഡന്റ്, പിന്നെ അതുപോലെ തന്നെ ഈ ഖത്തർ അമീൻ തുടങ്ങിയിട്ടുള്ള നേതാക്കളും ഒപ്പുവെച്ചിട്ടുണ്ട്. ഈ കരാറിൻ്റെ 2ാം ഘട്ട ചർച്ചകൾ അത് വരും ദിവസങ്ങളിൽ നടക്കും എന്നുള്ള സൂചനകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇന്ന് 2ാം ഘട്ട ചർച്ചകളുടെ പ്രാരംഭഘട്ടം അത് തുടങ്ങി വയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ തീർച്ചയായിട്ടും ഈ ഒരു 2ാം ഘട്ട ചർച്ചകളെന്ന് പറയുന്നത് അതിൽ ചെറിയൊരു ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യം തന്നെയാണ്. ഈ പ്രധാനമായിട്ടും ഇസ്രായേലും ഹമാസും അംഗീകരിക്കാത്ത പല വ്യവസ്ഥകളും ഈ 2ാം ഘട്ടത്തിലാണുള്ളത്. അതായത് ഇസ്രായേലിൻ്റെ പൂർണ്ണമായിട്ടുള്ള പിന്മാറ്റം ഗാസയിൽ നിന്ന്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചത് 3 ഘട്ടങ്ങളായിട്ടുള്ള ഒരു പിന്മാറ്റമാണ്. മാത്രമല്ല ഗാസയ്ക്കും ഇസ്രായേലിനുമിടയിൽ ഒരു ബഫർ സോൺ രൂപീകരിക്കണമെന്നും ഈ ഒരു മേഖലയിൽ അന്താരാഷ്ട്ര പീസ് ഫോഴ്സ് ആയിരിക്കും പ്രധാനമായിട്ടും നിയന്ത്രണം ഏറ്റെടുക്കുക എന്നും ഒരു അന്താരാഷ്ട്ര നേതൃത്വത്തിന് കീഴിൽ ഇവിടെയുള്ള ഭരണം നടക്കുമെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഒരു ഈ 20 സമാധാന കരാറിലുണ്ടായിരുന്നു. എന്നാൽ ഇസ്രായേൽ ഇത് പൂർണ്ണമായിട്ടും അംഗീകരിച്ചിട്ടില്ല. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവിടെ പല പ്രാദേശിക മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ, പ്രധാനമായിട്ടും ഹീബ്രു ഭാഷയിൽ ഉൾപ്പെടെ അവിടെ ഒരു റേഡിയോയ്ക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിലെല്ലാം ഈ ഒരു ആവശ്യം പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞിരുന്നു. ഈ ഇസ്രായേൽ സേനയുടെ സാന്നിധ്യം അത് എപ്പോഴും ഗാസയിൽ ഉണ്ടാകും, ചെറിയ രീതിയിലെങ്കിലും ഉണ്ടാകുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ഹമാസിൻ്റെ ചില പ്രതികരണങ്ങൾ, ഹമാസ് പൂർണ്ണമായിട്ടും നിരായുധീകരിക്കില്ല എന്നവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഭരണം ടെക്നോക്രാറ്റുകൾ ഏറ്റെടുക്കാനുള്ള തീരുമാനത്തെ അവർ അംഗീകരിക്കുമ്പോഴും ഭരണത്തിൽ ഒരു ഹമാസിൻ്റെ ഏതെങ്കിലും ഒരു പ്രതിനിധിയെങ്കിലും ഉണ്ടാകണം എന്നുള്ള ഒരു ആവശ്യവും അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ആദ്യം ബന്ദികളെ കൈമാറുന്ന കാര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകളെല്ലാം സുഗമമായി നടന്നു. അത് ഹമാസും ഇസ്രായേലും അംഗീകരിക്കുകയുണ്ടായി. നിലവിൽ ഈ ജീവിച്ചിരിക്കുന്ന 20 ബന്ദികളെയും കൈമാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ മരണമടഞ്ഞ ആളുകളുടെ ശരീരാവശിഷ്ടങ്ങൾ 2 പേരുടെ മൃതദേഹങ്ങൾ കൈമാറി. അതുപോലെ തന്നെ 4 കഫീൻസുകളിലായിട്ട് മറ്റ് മൃതദേഹാവശിഷ്ടങ്ങളും നിലവിൽ ഇസ്രായേലിലേക്ക് അയച്ചിട്ടുണ്ട്. മരണപ്പെട്ട ആരുടെയൊക്കെ ശരീരാവശിഷ്ടങ്ങളാണ് ഇതെന്ന് ഇനി തിരിച്ചറിയേണ്ടതുണ്ട്. ഇതെല്ലാം ഈ ബന്ദി കൈമാറ്റം, അതുപോലെ തന്നെ ഈ ഏതാണ്ട് 1900-ലധികം
പാലസ്തീൻ തടവുകാർ അത് ഇസ്രായേൽ ഉണ്ടെന്നാണ് വിവരം. ഇതിൽ ആദ്യഘട്ടമായിട്ട് 154 പേരെ വിട്ടയച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരെയും തുടർന്ന് തന്നെ വിട്ടയക്കും. അവരെ ഈജിപ്തിൽ എത്തിച്ച് അതുവഴിയായിരിക്കും ഗാസയിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇത്തരം ബന്ദി കൈമാറ്റമെല്ലാം മറ്റ് തടസ്സമില്ലാതെ നടന്നു. എന്നാൽ ഇനി അടുത്ത ഘട്ടത്തിൽ ഈ സേനയെ പിൻവലിക്കുക, അതുപോലെ തന്നെ ഹമാസിൻ്റെ നിരായുധീകരണം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളെല്ലാം പ്രതിസന്ധിയിലാണ്. നാളെ മുതൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിക്കുമെന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഉച്ചകോടിയിൽ പ്രധാനമായിട്ടും ട്രംപിന് നേരത്തെ മുൻപ് എല്ലാം നമ്മൾ പറഞ്ഞിരുന്നു, ഈ ട്രംപിന് ഈജിപ്തിൻ്റെ പരമോന്നത ബഹുമതി ലഭിച്ചിട്ടുണ്ട്. ഇതിന് ട്രംപ് നന്ദി പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളോടും അതുപോലെ തന്നെ ഇസ്ലാമിക് രാജ്യങ്ങളോടും ട്രംപ് നന്ദി പറഞ്ഞു. ഈ ഒരു കരാർ പ്രാവർത്തികമാക്കാൻ സഹായിച്ചത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ഇസ്ലാമിക് രാജ്യങ്ങളും ചേർന്നാണ്. അതിന് നിങ്ങളോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ ഗാസയുടെ പുനർനിർമ്മാണം അതിൽ പങ്കാളികളാകാൻ വേണ്ടിയിട്ട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ പങ്കാളിത്തം അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതിനും നന്ദി പറയുന്നതായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ ഈ കരാറിൽ 20 ഈ സമാധാന കരാറിൽ ഒപ്പിടുന്നതിന് മുൻപ് ട്രംപ് പറഞ്ഞത് വളരെ സങ്കീർണമായിട്ടുള്ള നിരവധി ടേംസ് ആൻഡ് കണ്ടീഷൻസും എല്ലാം അടങ്ങിയ സമഗ്രമായിട്ടുള്ള ഒരു സമാധാന കരാറാണിത്. ഇത് പ്രാവർത്തികമാക്കാൻ എല്ലാ രാജ്യങ്ങളും ഒപ്പം നിന്നതിൽ സന്തോഷമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇപ്പോൾ നിലവിൽ ഒരു കരാറിൽ ട്രംപ് ഒപ്പുവെച്ചിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ഇതിന് മധ്യസ്ഥത വഹിച്ച് ഈജിപ്ത്, തുർക്കി, അതുപോലെ തന്നെ ഖത്തർ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളുടെ പ്രതിനിധികളും ഒപ്പുവെച്ചു. ഈ നെതന്യാഹു നിലവിൽ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങൾ കാരണമാണ് പിന്മാറിയതെന്നാണ് വിവരം. അല്ലാതെ മറ്റ് എതിർപ്പുകളൊന്നും അവർക്ക് നിലവിലില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇനി നാളെ മുതൽ 2ാം ഘട്ട ചർച്ചകൾ തുടങ്ങും. ഇനി അതിനുശേഷം ഈ സമാധാന കരാർ അത് ഇപ്പോഴുള്ളതുപോലെ തന്നെ മുന്നോട്ട് പോകുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമോ എന്നുള്ളതെല്ലാം നമുക്ക് നാളെ മുതൽ കാത്തിരുന്ന് തന്നെ കാണണം. അജയ്, അതുപോലെ തന്നെ ഈ ട്രംപ് ഈ പറയുന്നത് പോലെ ട്രംപിനെ നന്ദി ട്രംപ് എന്ന് പറഞ്ഞിട്ടാണ് ഇസ്രയേല് ട്രംപിനെ സ്വീകരിച്ചത്. ട്രംപിന് സ്വാധീനം വളരെയധികം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനെപ്പറ്റി എന്താണ് കൂടുതൽ പറയാനുള്ളത്? അതുപോലെ തന്നെ ഈ ബന്ദി കൈമാറ്റത്തെ കുറിച്ച് തുടർന്നുള്ള നടപടികൾ എന്തൊക്കെയായിരിക്കും? ഇസ്രായേലിൽ വളരെ ഊഷ്മളമായിട്ടുള്ള ഒരു സ്വീകരണമാണ് ട്രംപിന് ഇന്നത്തെ ദിവസം ലഭിച്ചത്. ടെല്ലവീവിൽ ഉൾപ്പെടെ താങ്ക് യു ട്രംപ് എന്നൊക്കെ എഴുതി ജനങ്ങൾ ഉൾപ്പെടെ ഒത്തുകൂടിയാണ് ട്രംപിനെ അവിടെ സ്വീകരിച്ചത്. അതുമാത്രമല്ല ഇസ്രായേൽ പാർലമെൻറ്റ് വളരെ വലിയൊരു ഹർഷാരവത്തോടെ ട്രംപിനെ വേദിയിലേക്ക് സ്വീകരിച്ചു. ട്രംപ് പ്രസംഗിച്ച് തുടങ്ങിയപ്പോൾ തന്നെ വലിയൊരു കയ്യടി ഉയരുകയും ചെയ്തിരുന്നു. എന്നാൽ ഇടയ്ക്ക് വെച്ച് ഈ കൂട്ടത്തിൽ ഒരു അംഗം ട്രംപിനെതിരെ പ്രതിഷേധ മുദ്രാവാക്യവുമായി രംഗത്തെത്തിയിരുന്നു. ഇയാളെ ഉടൻ തന്നെ സുരക്ഷാ ജീവനക്കാർ അവിടെ നിന്ന് നീക്കം ചെയ്തു. എന്നിട്ട് പ്രസിഡന്റ് തന്നെ ഇസ്രായേൽ പ്രസിഡന്റ് തന്നെ ട്രംപിനോട് നേരിട്ട് പറഞ്ഞു, അത് സോറി മിസ്റ്റർ പ്രസിഡന്റ് എന്ന് പറഞ്ഞ് ട്രംപിനോട് പറയുകയുണ്ടായി. അതിനുശേഷം ട്രംപ് തൻ്റെ പ്രസംഗം പുനരാരംഭിക്കുകയായിരുന്നു. ഇസ്രായേലിൻ്റെ സുവർണ കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നതെന്ന് ട്രംപ് ആ ഒരു വേദിയിൽ പറഞ്ഞു. അതുപോലെ തന്നെ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ അവിടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ പോവുകയാണ്. ചരിത്രപരമായിട്ടുള്ളൊരു നിമിഷത്തിനാണ് എല്ലാവരും ഇന്ന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നതെന്ന് ട്രംപ് പറഞ്ഞു. തൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത്, തൻ്റെ വ്യക്തിപരമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ലോകത്ത് സമാധാനം കൊണ്ടുവരിക എന്നാണ്. അതിനു വേണ്ടിയിട്ടുള്ള കഠിന പരിശ്രമത്തിലാണ് താനെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 8 മാസത്തിനിടയിൽ 8 യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ തനിക്കായി എന്നുള്ള വാദം അദ്ദേഹം ഇസ്രായേൽ പാർലമെൻറ്റിൽ ഉന്നയിക്കുകയുണ്ടായിരുന്നു. ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ അടങ്ങിയതായിരുന്നു ട്രംപിൻ്റെ പ്രസംഗം. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു അഴിമതി കേസിൽ അദ്ദേഹത്തിൻ്റെ വിചാരണ 2020 മുതൽ തന്നെ ആരംഭിച്ചതാണ്. ഈ ഒരു വിചാരണ അതിൽ ഈ നെതന്യാഹുവിന് മാപ്പ് നൽകണം എന്നുള്ള രീതിക്ക് അവിടെ പ്രസിഡന്റിനോട് ട്രംപ് ഈ പ്രസംഗത്തിനിടയിൽ തന്നെ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതും ഈ ഒരു കൂട്ടത്തിൽ രസകരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. ഈ മിഡിൽ ഈസ്റ്റിൽ എന്നേക്കുമായി സമാധാനം വരാൻ പോകുന്നു, ഇനി സന്തോഷത്തിൻ്റെ നാളുകളാണ് എന്നുൾപ്പെടെ ട്രംപ് ഈ ഒരു വേദിയിൽ പറയുകയുണ്ടായി. എന്തായാലും ട്രംപിന് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സ്വീകരണം അവിടെ ലഭിച്ചു. ട്രംപ് ഈജിപ്തിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് അവിടെയുള്ള ബന്ദികളുടെ കുടുംബാംഗങ്ങളെ നേരിട്ട് കാണുകയുണ്ടായി. അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു ട്രംപ്. അതിനുശേഷമാണ് അദ്ദേഹം ഈജിപ്തിലേക്ക് യാത്ര തിരിച്ചത്. ഈജിപ്തിലും അദ്ദേഹത്തിന് വലിയ സ്വീകരണം ലഭിക്കുന്നു. ഈജിപ്തിൻ്റെ പരമോന്നത ബഹുമതി ഉൾപ്പെടെ ലഭിക്കുന്നു. എന്തായാലും നിലവിൽ ഉണ്ടായിട്ടുള്ള ഈ സമാധാന കരാർ സംബന്ധിച്ചുള്ള നീക്കങ്ങൾക്ക് ട്രംപിന് എല്ലാ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും വലിയൊരു സപ്പോർട്ട് ലഭിക്കുന്നു.
ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ചു മുൻപേ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഈ ഒരു ഗാസ സമാധാന ഉച്ചകോടി വേദിയിൽ സംസാരിച്ചു. അദ്ദേഹവും ട്രംപിനെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. നമുക്കറിയാം കുറച്ചു മുൻപേ ഈ സമാധാനത്തിനുള്ള ഈ നൊബേൽ പുരസ്കാരത്തിന് വേണ്ടി ട്രംപിനെ നാമനിർദ്ദേശം ചെയ്ത കൂട്ടത്തിൽ പാകിസ്ഥാനും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു വേദിയിലും പാകിസ്ഥാൻ ട്രംപിനെ പുകഴ്ത്തുന്ന ഒരു കാര്യം അത് തുടരുക തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ടെലിഫോൺ വഴി ട്രംപിന് അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട്. ട്വിറ്ററിലും അദ്ദേഹം ഈ ഒരു ട്രംപിനെ അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റ് ഇപ്പോൾ ഉൾപ്പെടെ ഇട്ടിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിദേശകാര്യ സഹമന്ത്രിയായിട്ടുള്ള കീർത്തി വർദ്ധൻ സിംഗ് ആണ് ഈ ഒരു വേദിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കായിരുന്നു ക്ഷണം ലഭിച്ചത്, എന്നാൽ അദ്ദേഹം പങ്കെടുത്തില്ല. അതിന് പകരം ഇന്ത്യൻ പ്രതിനിധി പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും വലിയൊരു ആശ്വാസകരമായ വാർത്ത തന്നെയാണ് വരുന്നത്. 2 വർഷത്തെ ഒരു യുദ്ധത്തിനാണ് ഇപ്പോൾ ഒരു വിരാമം എന്ന രീതിയിൽ വന്നിരിക്കുന്നത്. ഇസ്രയേൽ ഹമാസ് യുദ്ധം അന്ത്യത്തിലേക്ക് അടുത്തിരിക്കുകയാണ്. ഈജിപ്തിൽ നടന്ന സമാധാന ഉച്ചകോടിയിൽ നിർണായക നീക്കമാണ് ഉണ്ടായിട്ടുള്ളത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാന മിഡിൽ ഈസ്റ്റ് നേതാക്കളും സമാധാന കരാറിൽ ഒപ്പുവെച്ചു എന്ന് പറഞ്ഞ ഒരു വാർത്തയാണ് ഈ നിമിഷം പുറത്തുവരുന്നത്.